ഹലോ മൈ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ആസിഫ് ഉണ്ട് കേട്ടോ. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്, പോണ്ടിച്ചേരി. അതെ, പമ്പിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതാ നമ്മളെ വണ്ടിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുക. ചൂട് ഒരു രക്ഷയാത്ത ചൂടാണ്. അതൊക്കെ ഒരാൾ ഭയങ്കര ചൂടാണ്. നമ്മളെ കേരളത്തിനെക്കാട്ടി ഭയങ്കര ചൂടാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ചൂട്. അതെ, ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കൂല. ഞാൻ ഇത്ര ചൂടൊന്നും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ചൂട്. ഇന്ത്യ കുറവാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഇതിനേക്കാൾ പൊരിഞ്ഞ വെയിൽ ഭയങ്കര ചൂടാണ്. സത്യം ഗൈസ്, ഇവിടെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മളെ കേരളത്തിൽ സംബന്ധിച്ചിട്ട് ഇത്ര ചൂടൊന്നും കേരളത്തിലില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മരണ ചൂട്, ഒന്നും പറയണ്ട. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടിക്ക് ലോഡ് അവിടെ എത്തുമോയെന്ന് ഡൗട്ടാണ്. ഏതായാലും നോക്കുക. പോണ്ടിച്ചേരിക്ക് ഇനിയൊരു 156 കിലോമീറ്ററും പാടി ഉണ്ട് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലെത്തി ലോഡ് ഇറക്കിയിട്ട് വേണം നമുക്ക് വേഗം നാട്ടിലേക്ക് റിട്ടടിക്കാൻ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടയർ പൊട്ടിയിട്ട് സ്റ്റെപ്പിന് ഇട്ടേക്കാണ്. പിന്നെ ഇനി ടയറില്ല പൊട്ടിക്കഴിഞ്ഞാൽ വൺ സീനാണ് എല്ലാം കൊണ്ടും. അപ്പോൾ നമുക്ക് പോണ്ടിച്ചേരി പോയിട്ട് ലോഡ് ഇറക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ഇപ്പോൾ ടൈമില്ല, 10:45 അപ്പോൾ വേഗം നമുക്ക് എന്താട്ടാ ഇതാ നമ്മളെ ചെറുക്കനിതാ ചെറുക്കനെ കൂട്ടിയിട്ട് അത് മരണ ചൂടാണ്. രക്ഷയാത്ത നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോണ്ടിച്ചേരി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. എല്ലാവരും എന്താക്കുക, ഇപ്പോൾ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളി. ആ ബെല്ലൈക്കനൊക്കെ എന്താട്ടി കളി നെക്കി പൊട്ടിച്ചാളി. അതന്നെ അമർത്തി അങ്ങോട്ട് നെക്കി അങ്ങോട്ട് പൊട്ടിച്ചാൽ. അപ്പോൾ നമുക്ക് ഒരു നാട് സ്റ്റാർട്ടാക്കാം. ഏതൊരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ ആസിഫ. എവിടെയൊന്നും ഇല്ല ഐഡിയ ഉണ്ടോ? എവിടെയൊന്നും ഐഡിയ ഇല്ല. തമിഴ്നാട്ടിലാണ് നമ്മളെ മുതലാളി അതെ ചായ പിടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ഉൾഗ്രാമമാണ് ഗൈസ്. നമ്മളെ ലോഡ് നാളെ ഇറക്കുള്ളൂ. ആകെ പണിയിട്ടാണ്. അപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയേക്കാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ എവിടെയും സൈഡാക്കാൻ പറ്റിയൊരു ഗ്യാപ്പ് കിട്ടണില്ല. എല്ലായിടത്തും മരണ ചൂടാ. ഒരു മരത്തിൻ്റെ തണലുള്ള ഒരു ഏരിയ പോലും ഇവിടെ ഇല്ല. അമ്മാതിരി വെയിലാണ് കഴിച്ചത്. ഇത് ഏതാ സ്ഥലം എന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങളിത് ഇവിടെ ഉണ്ട്. നാളേക്കൊക്കെ ലോഡ് ഇറക്കുള്ളൂ. അപ്പം ഇന്ന് ലോഡും കാര്യങ്ങളൊന്നും ഇറക്കൂല, നാളെ ഇറക്കുള്ളൂ. വണ്ടിൻ്റെ ഈ സൈഡ് ആകെ ചെരിഞ്ഞെടുക്കണ്ടോ ലോഡ്. ഇത് കണ്ട് എത്തൂലെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് 70 കിലോമീറ്ററും പാടിയേ ഉള്ളൂ സൈറ്റിക്ക്. കണ്ടോ ലോഡ് ആകെ ചെരിഞ്ഞ്. ഇവിടെ നല്ല സ്പോട്ടാണ്. ഈ പൊന്തയിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. മുതലാളി എന്ത് ഈ ഏരിയനെ പറ്റി പറയാനുള്ളത്? വല്ലാത്തൊരു ഉള്ള ഏരിയയാണ്. ഒന്നും പറയാ, കുടുങ്ങിയെന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ എവിടെയും ഒരു ഗ്യാപ്പില്ല, ഒരു കട പോലും ഇല്ലാത്ത ഏരിയ. ഞങ്ങളൊരു 100 കിലോമീറ്ററോളം ഇങ്ങനെ പോകുന്നിട്ടുണ്ട്. ഒരു കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ, വേറെ ഒന്നും കാണാനില്ല അവിടെ. അപ്പോൾ നമ്മൾ കുറേ നേരമായി വണ്ടിയായിട്ട് ഓടുന്നു. വണ്ടി സൈഡാക്കിയിട്ടേക്കാണ്. നേരത്തെ തന്നെ ഒരു ടയർ പൊട്ടി, മറ്റേ ടയറും അധികം ഓടൊന്നുമില്ല, തൽക്കാലത്തിന് ഇട്ടെന്നുള്ളൂ. അപ്പോൾ ഗൈസ് എവിടെയെന്ന് പോലും അറിയാൻ കഴിയണില്ല. നാളെ ലോഡ് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പകുതി കിളി അവിടെ പോയി. നമുക്ക് ഇവിടുന്ന് ലോഡ് എങ്ങനെയെങ്കിലും ഇറക്കിയിട്ട് ഇന്ന് തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവാന്നുള്ള പരിപാടിയിലായിരുന്നു. അതേതായാലും മൂഞ്ച് ഗൈസ്. ഇന്ന് എങ്ങനെയായാലും ഇവിടെയൊക്കെ എടുക്കേണ്ടി വരും. വൺ ചൂടാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞൊരു രക്ഷയാത്ത ചൂടാണ്. ഞങ്ങളിവിടെ കുളിച്ച് ഫ്രഷ് ആവാൻ വരെ ഞങ്ങൾ നോക്കി, പക്ഷേ ഒരു വഴിയോ കുളിച്ച് ഫ്രഷ് ആവാനൊന്നും ഇവിടെ ഒരു വഴിയും കാണുന്നില്ല. ഹലോ ഗൈസ്, തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്. ആരണത്തം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് പോണ്ടിച്ചേരിക്ക് വെറും 60 കിലോമീറ്റർ ഉള്ളൂ പോണ്ടിച്ചേരിക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ മച്ച സെൽവണ്ണനായിട്ട് നല്ല കമ്പനിയായി. നമുക്ക് വേണ്ടിയ മാതിരിയുള്ള ഫുഡും കാര്യങ്ങളും എല്ലാ സഹകരണവും നമ്മളെ സെൽവണ്ണ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞ പെട്ടോ അല്ലേ മുതലാളി? യൂസഫ്. അതെ, അതെ. അപ്പോൾ നമ്മളെ അണ്ണൻ നമുക്ക് വേണ്ടിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഇപ്പൊ കുളിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അണ്ണൻക്ക് റൊമ്പ പിടിക്കൂട്ടോ. സത്യം, നമുക്കിപ്പോൾ തമിഴ്നാട്ടിലും കണക്ഷനായി. സെൽവണ്ണ റൊമ്പ നന്ദി. എനിക്ക് കൊഞ്ചം കൊഞ്ചതാ തമിഴ് തെറിയും. അപ്പോൾ ഇതാണ് നമ്മളെ സെൽവണ്ണ. തമിഴ്നാട്ടിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ഇതിന്റെ പിന്നാലെ വരും കേട്ടോ. മുതലാളി എന്തെങ്കിലും പറയണ്ടോ? എനിക്കൊന്ന് പറയാം, ഈ സെൽവണ്ണ കണ്ടാൽ വളരെ സന്തോഷം. ഹാപ്പിയാണ്. അതെ, ഈ കാട്ടിൽ കുടുങ്ങിയിട്ട് അതെ ഈ കാട്ടിൽ കുടുങ്ങിയിട്ട് ഈ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും നേരം. ഒപ്പം ഉണ്ടായിരുന്നു കട്ടക്ക്. അതെ, ഫ്രണ്ട് ആസിഫ്. അതെ, അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇനിയും വരും വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്? കരിമ്പ് ജ്യൂസ് കുടിക്കാനും വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി കേട്ടോ. ഇവിടെ വന്നിട്ട് കരിമ്പ് ജ്യൂസ് ഒന്ന് ടെസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു.
ജ്യൂസ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ആദ്യമൊക്കെ 2 കുടിക്കുന്ന പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ലോഡ് ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളെ കേരള കരിമ്പ് ജ്യൂസിനെക്കാട്ടി അടിപൊളിയാണോ നോക്കട്ടെ തമിഴ്നാട്ടിൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് കരിമ്പ് ജ്യൂസ് ഇട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒന്നും പറയാ ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ ചൂടത്ത് ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഇതാ ഈ കരിമ്പ് ജ്യൂസ് കുടിച്ചപ്പം ഗൈസ് ഉള്ളത് പറയാലോ, മനസ്സൊക്കെ ഇങ്ങ് തണുത്തിട്ടോ. തമിഴ്നാട്ടിലത്തെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയാം ഗൈസ്. അത്രയും ചൂടാണ്. അപ്പോൾ ഈ കരിമ്പ് ജ്യൂസ് ഇങ്ങോട്ട് കയറിയപ്പോൾ സ്വർഗം മാമ. അതുപോലെ തന്നെ ഇപ്പോൾ ലോഡിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലോഡ് നിന്ന് ഇറക്കാമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇറക്കൂലെന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിവിടെ ആൾട്ടിങ് ആയി കിടന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വെച്ചിട്ട് അവർ പറഞ്ഞെന്ത് നമുക്ക് ഇന്ന് ലോഡ് ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് ഈ ജ്യൂസിൻ്റെ ഷോപ്പ് നമ്മൾ ഇവിടെ കണ്ടത്. അങ്ങനെ എല്ലാം അടിപൊളി ജ്യൂസാണ്, ഒന്നും പറയാം, സെറ്റാണ്.